എല്ലാവർക്കും ബോട്ടണി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജിയിലെ ബോട്ടണി പോർഷനായ ചാപ്റ്റർ 6 അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മളിനി വരുന്ന വീഡിയോ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് അതിൻ്റെ ഒന്നാം ഭാഗമാണ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് എന്താണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആ പാഠത്തിൻ്റെ കോർ കൺസെപ്റ്റുകളും അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാമെന്നാണ് നമുക്ക് നോക്കാവുന്നത്. സോ ഞാൻ അരവിന്ദേസ്, നമുക്ക് പാഠത്തിലേക്ക് പോകാം. അനാട്ടമി എന്നുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അനാട്ടമി മീൻസ് സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് അനാട്ടമി. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടണിൻ്റെ പോർഷനാണെന്ന് തന്നെ പറഞ്ഞു. സോ ബോട്ടണി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ അനാട്ടമിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്ലാന്റിൻ്റെ അനാട്ടമി ഡിസ്കസ് ചെയ്യുമ്പോൾ പ്ലാന്റിൻ്റെ മോഡ് ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു അനിമൽ നോക്കുമ്പോൾ അനിമൽസിന് നമുക്ക് ചെയ്യുമ്പോൾ സെൽസ് ഉണ്ട്. സെൽസിന് ഗ്രൂപ്പ് ചെയ്ത് എന്താവും? ടിഷ്യൂസ് ആവും. ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് എന്താ? ഓർഗൻസ് ഉണ്ടാവുന്നു. ഓർഗൻസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? ഓർഗൻ സിസ്റ്റം ലെവൽ. ഈ 4 ലെവൽ ഓർഗനൈസേഷനാണ് ഒരു അനിമലിൻ്റെ അനാട്ടമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്ലാന്റിൻ്റെ അനാട്ടമി വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷനാണ്. സോ നമുക്ക് എന്താണ് ടിഷ്യൂസ് എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാഠത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ എന്താണ് ടിഷ്യൂ? വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ ടിഷ്യൂ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് യൂഷ്വലി പെർഫോമിങ് എ കോമൺ ഫംഗ്ഷൻ. ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, ഹാവിങ് കോമൺ ഒറിജിൻ. അവർക്ക് എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ള ഒറിജിനാണ്. അത് മാത്രമല്ല ഇവരെല്ലാവരും പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ ഒരു കോമൺ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോമൺ ഒറിജിൻ ആയിട്ടുള്ള ഒരു സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് യൂഷ്വലി മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ്. ചെടികൾ ഏകദേശം പല തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. സോ ടിഷ്യൂസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ എടുത്തിട്ടുള്ള അടിസ്ഥാന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വെദർ ദ സെൽസ് ബീങ് ഫോംഡ് ആർ കേപ്പബിൾ ഓഫ് ഡിവൈഡിങ് ഓർ നോട്ട്. ഈ ടിഷ്യൂസിൽ നിന്ന് ഫോം ആവുന്ന സെൽസിന് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ? ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ സ്ട്രക്ചറലി അതൊരു ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ സ്ട്രക്ചറലി മോഡിഫൈ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി അത് ഡിവോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ അതെന്താണ്? പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയും. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് റീജിയൻസ് ഓഫ് ആക്റ്റീവ് സെൽ ഡിവിഷൻ. അതായത് ഒരു പ്ലാന്റിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് റീജിയൻ, ആ റീജിയൻ്റെ പ്രത്യേകത എന്താണ്? ആക്റ്റീവ് സെൽ ഡിവിഷൻ. സെല്ലിൻ്റെ വിഭജനം കൂടുതൽ നടക്കുന്നത് ആ ഏരിയയിലാണ്. അങ്ങനെയുള്ള ഭാഗത്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കാണപ്പെടുന്നത്. സോ നമുക്ക് അങ്ങനെയുള്ള ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് സെൽ ഡിവിഷൻ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഗ്രോത്തിന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് റീജിയൻ, ആ റീജിയൻസിന് നമ്മൾ മെരിസ്റ്റം എന്ന് പറയും. മെരിസ്റ്റം എന്ന വാക്ക് ഗ്രീക്ക് വേർഡായിട്ടുള്ള മെരിസ്റ്റോസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഡിവൈഡഡ് എന്നാണ്. ഇനി നമുക്ക് പ്ലാന്റിൽ ഒരു നോർമൽ പ്ലാന്റ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പലതരത്തിലുള്ള മെരിസ്റ്റം ഉണ്ട്. ദ മെരിസ്റ്റം വിച്ച് ഒക്കർ എ ടിപ്പ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് പ്രൊഡ്യൂസ് പ്രൈമറി ടിഷ്യൂസ്. യൂഷ്വലി ഒരു പ്ലാന്റിൻ്റെ ബോഡിയുടെ പ്രൈമറിൽ, അതായത് അതിൻ്റെ ഇനിഷ്യൽ ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ പ്ലാന്റ് ബോഡി നിർമ്മാണം നടക്കുന്നത് ഏതിലാണ്? അതിൻ്റെ റൂട്ട് ടിപ്പിലെയും ഷൂട്ട് ടിപ്പിലെയും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ആക്ടിവിറ്റി കാരണമാണ് നടക്കുന്നത്. സോ മെരിസ്റ്റം വിച്ച് ഒക്കർ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്, അതായത് ഒരു പ്ലാന്റിൻ്റെ പ്രൈമറി ഗ്രോത്തിൽ പ്രൈമറി ടിഷ്യൂസ്, അതായത് ആദ്യം ഉണ്ടാകുന്ന ടിഷ്യൂസിൻ്റെ ഫോർമേഷൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റൂട്ട് ടിപ്പിലെയും ഷൂട്ട് ടിപ്പിലെയും മെരിസ്റ്റംസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ടിപ്പിലുള്ള ഈ റൂട്ട് ടിപ്പിലുള്ളയും ഷൂട്ട് ടിപ്പിലുള്ളയും മെരിസ്റ്റത്തെയാണ് നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ഫിഗർ ഉണ്ട്, 6.1 ഫിഗർ 6.1 ഉണ്ട്. ഞാൻ ഈ സ്ലൈഡിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് എപ്പിക്കൽ മെരിസ്റ്റം കാണാൻ പറ്റുന്നു. ഇതൊരു റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റമാണ്. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഒരു സ്പെഷ്യലൈസ്ഡ് റീജിയൻ, അതായത് റൂട്ട് ക്യാപ്പ് കഴിഞ്ഞ് ഇനിഷ്യൽസ് ഓഫ് റൂട്ട് ക്യാപ്പും കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ള സ്പെഷ്യലൈസ്ഡ് റീജിയൻ, ഇതിനെയാണ് നമ്മൾ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് യൂഷ്വലി ആ ഷൂട്ടിൻ്റെ ടിപ്പിലുള്ള ആ ഒരു മെരിസ്റ്റമാണ്. ആ ടിപ്പിലുള്ള ആക്റ്റീവ് ഡിവൈഡിങ് റീജിയനാണ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്.
സോ നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ടതിന് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഒക്യുപ്പൈസ് ദ ടിപ്പ് ഓഫ് ദ റൂട്ട് വൈൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം occupies the distant most region of the stem axis. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എപ്പോഴും എവിടെയാണ് കാണപ്പെടുന്നത്? ഒക്യുപ്പൈസ് ദ ടിപ്പ് ഓഫ് ദ റൂട്ട്, ആ റൂട്ടിൻ്റെ ടിപ്പിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത് ഒക്യുപ്പൈസ് അറ്റ് ദ ഡിസ്റ്റൻറ്റ് മോസ്റ്റ് റീജിയൻ, ആ സ്റ്റെം ആക്സിസിൻ്റെ ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റീജിയനിലാണ് കാണുന്നത്. ഡ്യൂറിങ് ഈ നമ്മുടെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ പ്ലാന്റിൽ ലീഫ് ഫോർമേഷനോ അല്ലെങ്കിൽ സ്റ്റെം ഇലോങ്ങേഷനോ സംഭവിക്കുമ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ത് ചെയ്യും? ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ലെഫ്റ്റ് ബിഹൈൻഡ്, അതായത് സൈഡിലേക്ക് തഴയപ്പെടും. സോ അങ്ങനെയുള്ള ഭാഗത്താണ് നമ്മൾ ആക്സിലറി ബ്രാഞ്ചസ് അതായത് സൈഡ് ബ്രാഞ്ചസ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ആക്റ്റീവ്ലി ഡിവൈഡിങ് റീജിയനിൽ നിന്നാണ്. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെംസ്, ലീവ്സിൻ്റെ ഫോർമേഷനും സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ്റെ സമയത്ത് കുറച്ച് സെൽസ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ബിഹൈൻഡ്, നമ്മുടെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് പിറകിലേക്ക് തഴയപ്പെടുന്നു. ആ തഴയപ്പെടുന്ന സെൽസാണ് എന്ത് ഫോം ചെയ്യുന്നത്? ആക്സിലറി ബഡ് ഫോം ചെയ്യുന്നത്. ആക്സിലറി ബഡ് യൂഷ്വലി കാണുന്നത് ലീവ്സിൻ്റെ ആക്സിലിൽ അല്ലെങ്കിൽ ഫ്ലവറിങ് ബ്രാഞ്ചുകളിൽ, ഈ ഒരു ടൈപ്പ് ബ്രാഞ്ചുകളാണ് നമ്മൾ ആക്സിലറി ബഡ് കാണുന്നത്. ദ മെരിസ്റ്റം, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ആദ്യം എപ്പിക്കൽ മെരിസ്റ്റം ആണ്. എപ്പിക്കൽ മെരിസ്റ്റം യൂഷ്വലി കാണുന്നത് ഗ്രോയിങ് ടിപ്പായിട്ടുള്ള റൂട്ട് ടിപ്പിലും ഷൂട്ടിൻ്റെ കേസ് വരുമ്പോൾ ഏകദേശം ഒരു ഡിസ്റ്റൻറ്റ് മോസ്റ്റ് റീജിയൻ ഓഫ് ദ സ്റ്റെം ആക്സിസ് ആണ്. ഏകദേശം ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടിപ്പിലാണ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ടിപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് റൂട്ടിനെ സോയിലേക്ക് പെനട്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡാമേജ് വരാതിരിക്കാൻ റൂട്ട് ടിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം യൂഷ്വലി ഡിസ്റ്റൻറ്റ് മോസ്റ്റ്, അത് സ്റ്റെം ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻറ്റ് മോസ്റ്റ് ആയിട്ടുള്ള റീജിയൻ, അതായത് ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റീജിയനിലാണ് അത് കാണപ്പെടുന്നത്. അതുപോലെയാണ് നമുക്ക് ചില മെരിസ്റ്റമാറ്റിക് സെൽസ് ലെഫ്റ്റ് സൈഡിലേക്ക് തഴയപ്പെടും, അത് ആക്സിലറി ബഡ് ഫോം ചെയ്യും എന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഇനി ദ മെരിസ്റ്റം വിച്ച് ഒക്കർ ബിറ്റ്വീൻ മെച്യൂർ ടിഷ്യൂസ് ഈസ് നോൺ ആസ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇനി മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റംസും ഉണ്ട്. സോ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻ്റർകാലറി മെരിസ്റ്റം എന്ന് പറയും. ഇത് യൂഷ്വലായിട്ട് കാണുന്നത് ഗ്രാസസിലാണ്. ഗ്രാസസിൽ ഇത് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബിയോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ബ്രൗസ് ചെയ്യുന്നത് ഗ്രാസസിനെയാണ്. അതായത് ഹെർബിയോഴ്സ് പച്ചില തിന്നുന്ന കന്നുകാലികൾ കൂടുതലും കഴിക്കുന്ന ഗ്രാസസാണ്. സോ അവർക്ക് ഇൻ്റർകാലറി മെരിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കന്നുകാലികൾ കഴിക്കുമ്പോൾ ഡാമേജ് ആവുന്ന പാർട്ട് വീണ്ടും റീഗ്രോ ചെയ്യാൻ ഈ ഇൻ്റർകാലറി മെരിസ്റ്റംസ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാം ബോത്ത് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇൻ്റർകാലറി മെരിസ്റ്റംസ് ആർ പ്രൈമറി മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവും പ്രൈമറി മെരിസ്റ്റം എന്നാണ് പറയുന്നത്. കാര്യം അത് പ്ലാന്റിൻ്റെ എയർലി ലൈഫിൽ അപ്പിയർ ചെയ്യുന്നതുമാണ്. ആദ്യം ഉണ്ടാകുന്ന പ്ലാന്റ് ബോഡി ഫോർമേഷന് സഹായിക്കുന്ന രണ്ട് മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവും. അപ്പോൾ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ രണ്ട് ടിഷ്യൂസിനെ പറ്റി പഠിച്ചു. എപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം. അതാണ് പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഫോർമേഷന് സഹായമാവുകയെന്ന് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ എന്താണ് ആക്സിലറി ബഡ് എന്ന് നോക്കിയായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റത്തെയും ഇൻ്റർകാലറി മെരിസ്റ്റത്തെയും പ്രൈമറി മെരിസ്റ്റം എന്നാണ് പറഞ്ഞത്. ഇനി ദ മെരിസ്റ്റം ദാറ്റ് ഒക്കർ ഇൻ മെച്യൂർ റീജിയൻസ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് ഓഫ് മെനി പ്ലാന്റ്. യൂഷ്വലി അതായത് നല്ല വുഡി പ്ലാന്റ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോർമലായിട്ടുള്ള എല്ലാ ട്രീസും അതിൻ്റെ ഇലോങ്ങേഷനോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രോത്ത്, അത് ഹൈറ്റ് വയ്ക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രിത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്തും സൈസും ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഇതിന് സഹായിക്കുന്നത് സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയും. നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം പറഞ്ഞു, ഇൻ്റർകാലറി മെരിസ്റ്റം പറഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എന്തിനാണ് സഹായിക്കുന്നത്? ട്രീസിൻ്റെ ഗ്രിത്ത് ഇൻക്രീസിനും ട്രീസിലുണ്ടാകുന്ന സെക്കൻഡറി ഗ്രോത്തിനും കാരണമാകുന്ന എന്താണ്? ഈ ലാറ്ററൽ മെരിസ്റ്റമാണ്. ഇത് യൂഷ്വലി കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന ഈ ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ മെരിസ്റ്റം. എങ്ങനെയാണ്? മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ആക്റ്റീവ്ലി ഡിവൈഡിങ് റീജിയനാണ് സെക്കൻഡറി ഓർ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി സിലിണ്ട്രിക്കൽ മെരിസ്റ്റമാണ്. സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഉദാഹരണം ഫാസിക്കുലാർ വാസിക്കുലാർ ക്യാമ്പിയം, ഇൻട്രാ ഫാസിക്കുലാർ ക്യാമ്പിയം,
കോർക്ക് ക്യാമ്പിയം, ഇതൊക്കെയാണ് ലാറ്ററൽ മെരിസ്റ്റത്തിന് ഉദാഹരണം. ഇത് എന്താണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡറി ഗ്രോത്തും അങ്ങനെയുള്ള കാര്യം വരുന്ന പാർട്ടിൽ നമുക്കിതിൻ്റെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിൽ, അതായത് മെച്യൂർ അല്ലെങ്കിൽ പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ഇടയിൽ കാണുന്ന ആക്റ്റീവായിട്ടുള്ള മെരിസ്റ്റമാറ്റിക് റീജിയൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിച്ച് പ്രൊഡ്യൂസ് സെക്കൻഡറി ഗ്രോത്ത്, സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയും, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയും. അതേസമയം പ്രൈമറി പ്ലാൻ ബോഡിയുടെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്ന എപ്പിക്കൽ മെരിസ്റ്റത്തെയും ഇൻ്റർകാലറി മെരിസ്റ്റത്തെയും നമ്മൾ എന്ത് പറയും? എപ്പിക്കൽ മെരിസ്റ്റം ഇൻ്റർകാലറി മെരിസ്റ്റം എന്താണ്? പ്രൈമറി മെരിസ്റ്റം എന്ന് പറയും. സോ ഇതാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നമ്മൾ സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം പറഞ്ഞു. അതാണ് എന്ത് സെക്കൻഡറി ടിഷ്യൂസിൻ്റെ ഫോർമേഷനും ട്രീസിൻ്റെ ഗ്രിത്ത് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നത്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 3 ടൈപ്പ്, എപ്പിക്കൽ മെരിസ്റ്റം ആയിക്കോട്ടെ, ഇൻ്റർകാലറി മെരിസ്റ്റം ആയിക്കോട്ടെ, ലാറ്ററൽ മെരിസ്റ്റം ആയിക്കോട്ടെ, ഇതിൽ നിന്ന് സെൽ ഡിവിഷൻ കഴിഞ്ഞ് വരുന്ന പ്രൈമറി സെൽസ്, പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നുണ്ടാവുന്ന സെൽസ് ആവട്ടെ, അതാ ഇനി സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാവുന്ന സെൽസ് ആവട്ടെ, ഈ ന്യൂലി ഫോംഡ് സെൽസ് എന്താവും? സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി സ്പെഷ്യലൈസ് ആവും. അതൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി അത് സ്പെഷ്യലൈസ്ഡ് ആവും. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫിസിയോളജിയും അതിൻ്റെ അകത്തുള്ള സെൽ ഓർഗണലിലെ കോമ്പോസിഷനും പൊസിഷനും സൈസും എല്ലാം എന്ത് സ്പെഷ്യലൈസ്ഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ലോസ് ദ എബിലിറ്റി ടു ഡിവൈഡ്. എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ഇങ്ങനെയുള്ള സെൽസ് നഷ്ടപ്പെടുത്തും. അങ്ങനെ ഉണ്ടാവുന്ന സെൽസിന്, അതായത് മെരിസ്റ്റമാറ്റി ഡിവൈഡ് ആവുന്ന സെൽസ് ഡിവിഷന് ശേഷം സ്ട്രക്ചറലി ഫങ്ഷണലി എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ലോസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനൻറ്റ് ഓർ മെച്യൂർ ടിഷ്യൂ, അല്ലെങ്കിൽ പെർമനൻറ്റ് സെൽസ് ഓർ മെച്യൂർ സെൽസ്. ഈ പെർമനൻറ്റ് സെൽസ് അല്ലെങ്കിൽ മെച്യൂർ സെൽസ് ആണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പെർമനൻറ്റ് സെൽസ് അല്ലെങ്കിൽ മെച്യൂർ സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനൻറ്റ് ടിഷ്യൂ. ഇനി നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡി സ്പെസിഫിക് റീജിയൻസ് ഓഫ് എപ്പിക്കൽ മെരിസ്റ്റം പ്രൊഡ്യൂസ് ഡെർമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ ആൻഡ് വാസ്കുലർ ടിഷ്യൂസ്. പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഫോർമേഷൻ്റെ സമയത്ത് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ ഓരോ സ്പെസിഫിക് റീജിയൻസ് ആണ് ഡെർമൽ ടിഷ്യൂ, അതായത് ഔട്ടർ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ, അതായത് ഔട്ടർ ടിഷ്യൂവിൻ്റെ അകത്തേക്ക് കാണുന്ന ഗ്രൗണ്ട് ടിഷ്യൂ, പിന്നെ വാസ്കുലർ ടിഷ്യൂ, ഇതിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഫോർമേഷൻ ഈ എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്പെസിഫിക് റീജിയൻസിലാണ് നടക്കുന്നത്. ഇനി ഓരോ മെരിസ്റ്റവും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് ഓരോ പ്ലാന്റ്സിൽ എങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ, ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്. സോ അത് നമുക്ക് മനസ്സിലാക്കാൻ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടിഷ്യൂസിനെ കുറിച്ചുള്ള. ടിഷ്യൂസിൻ്റെ 2 ടൈപ്പ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, പെർമനൻറ്റ് ടിഷ്യൂ. സോ ഇതിൽ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്തു. എന്താണ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന്, പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ഡെഫിനിഷനും ഒരു സെൽസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർമനൻറ്റ് ടിഷ്യൂ ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ ഈ പാർട്ടിൽ നോക്കിയായിരുന്നു. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കും. ഇനി ഈ ടിഷ്യൂ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ ഡൈക്കോട്ട്, മോണോക്കോട്ട് പ്ലാന്റിൻ്റെ അനാട്ടമി നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.